എന്താ ചെയ്യാമാരെ നമുക്കൊന്നും സ്ഥലം മണക്കാറില്ല. ഇതൊക്കെ വലിയ മോശട്ടോ. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്നതായിട്ടല്ലേ ദൈവത്തെ പപ്പൂച്ചൻ ചോട്ടില് തോനെ ആണുങ്ങളെ പെണ്ണുങ്ങൾ സോറടിച്ചിട്ടുണ്ട്. എന്താണ് പോസണ്ടേ കടല് മൊത്തം ഹിറ്റാട്ടോ. ഓ തുടക്കത്തിലെ തീരുമാനത്തിലെ കാരണം കുല്ലമക്കാലി വിളിച്ചാലേ അങ്ങനെ നമ്മൾ എന്താ ചെറിയ ലവ് സ്റ്റോറി നിങ്ങളുടെ ആയിക്കോട്ടെ കേട്ടൂലേ. പണ്ട് അതിലും പണ്ട് മൂപ്പർക്കാണല്ലോ ഭയങ്കര ഗ്ലാമർ. ഇപ്പത്തെ സിനിമാനന്മാർ ആചരിക്കുന്നില്ല. മുത്തനബി സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മൂപ്പർക്ക് ഒരു വഴിയുണ്ടായി. ആ വയലോട് പുറത്തു കറിയാലേ പെണ്ണുങ്ങളൊക്കെ പാടെ കൂടും. എന്തിനാ ഒഴിഞ്ഞോക്കാൻ തന്നെ. അങ്ങനെ മദീനത്തൊരു സമ്പന്നനുണ്ടായി. മൂപ്പർക്ക് ഒരു മോളുണ്ടായി. ഓളെ പേര് ലൈല. ഓൾക്കാണെങ്കിലോ ഭയങ്കര ഗ്ലാമർ. ഓളെ കടിച്ചാണെങ്കിലോ കെട്ടിക്കണക്കിന് മേറെ കൊണ്ട് നൂറ്റുകണക്കിന് ആൾക്കാരൊന്നുണ്ടാവും. ഓൾക്കൊന്നും പറ്റൂലെന്ന്. കാരണം എന്താണോ ഓൾക്കാർ നമ്മളെ മാനസിക കൊട്ടാരത്തിൽ ഒരു മന്ത്രിണ്ടെന്ന് ആരറിയോ? നമ്മളെ പല്ലേ. ഞാനിത് കേട്ട് കൊറേ ചിരിച്ച്. ഇങ്ങക്ക് ചിരിയുണ്ടോ? അതിന് പ്രത്യേകിച്ചായിട്ടാണ് ഇന്നെ ചോദിച്ചാൽ നിങ്ങളുടെ ശ്രദ്ധിക്കുക. ഓള് പൊങ്ങാൻ കുറെ പശീകരിച്ച് മുതലിന്റെ അടുത്താ കുട്ടുങ്ങണ്ടേ എംബാസിന് അപ്പതൊരു ഹജ്ജിലിച്ച് സെൽമാനോ. ഇത് അതിന് നമ്മളെ പല്ലുവിന്റെ പേരുണ്ട്. ഇതാ കൊല്ലാന്റെ പണി എന്നെ ഓളപ്പിച്ചൊരു ചീറ്റിങ്. ഏതായാലും സഫറിൽ കണ്ണി നമ്മളെ പല്ലുവിന് തമ്മിന്റെ അടുത്ത് എന്നെ ഓളെ തമ്മിൽ ഒരു ദിവസം നമ്മളെ പല്ലുവിന് തമ്മിന്റെ അടുത്തേക്ക് ഓള് രാത്രി ഒരു ദിവസം വന്ന് ആരാ? ഞാനാ നിങ്ങളെ സ്വന്തം ലൈല. എനിക്ക് നിങ്ങളെ ബെസ്റ്റ് ബൈക്കാണ്. നിങ്ങൾക്ക് നല്ല പണി തരാൻ ഞാൻ ഓളൊരു ഇറങ്ങിട്ട് പോയില്ലേ. പിറ്റേ സ്ലാബിൽ നമ്മളെ സുൽത്താന്റെ ഭാര്യന്റെ മാല കാണില്ല. സെൽമറിലും എല്ലായിടത്തും തപ്പി ഓടിയും കാണില്ല. ലാസ്റ്റ് നമ്മളെ പൊല്ലുവിന് തമ്പ് മാത്രം തപ്പാണല്ലോ. തപ്പിടുമ്പോ കാര്യത്തില്ല. ഏതായാലും തപ്പ പറഞ്ഞു തപ്പേതാ നമ്മളെ പൊല്ലുവിന് തമ്പിലത്തെ മാല കണ്ണ സുബിനെ ഒളിച്ച് കാണിച്ചാൽ ഞങ്ങളൊക്കെ പാടെ കളിയാക്കാൻ കഴിയും. അന്ന് രാത്രി ഞങ്ങളെ ലൈല തമ്മില് ഒരു നിലവിളി. അയ്യോ ഓടിയേ ഓടിയേ. അപ്പൊ ഓടി പോയി നോക്കിയപ്പോൾ തൊട്ടപ്പുറത്ത് നമ്മളെ പൗലു. അന്നത്തെ ഭരണാധികാരി അറിയാലോ ഉമർ റളിയല്ലാഹു. ഏതായാലും ഈ കാര്യം തീരുമാനിക്കാൻ വേണ്ടി അലി റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് പോയി. ആദ്യത്തെ ചോദ്യം, ലൈല നീ പറഞ്ഞതെല്ലാം ശരിയാണോ? അതെ. പൗലു നീ പറഞ്ഞതെല്ലാം ശരിയാണോ? ഇച്ചൊന്നും അറിയില്ല. പിന്നെ ലൈലാൻ തമ്മിൽ അല്ലാഹു അലം റസൂലുഹു ആലം. ഇതിപ്പോ രണ്ട് കോലായല്ലോ. അലി റളിയല്ലാഹു അലീലിന്റെ അടിമയെ വിളിച്ചു ചോദിച്ചു ഓളാണ് കുറച്ചു നിൽക്കാൻ. അലി റളിയല്ലാഹു ചോദിച്ചു അവർ പറയുന്നതെല്ലാം ശരിയാണോ? ഓളുകൊണ്ട് ബർച്ചിക്കാണ്ട് പറയാൻ തുടങ്ങിയില്ലേ. ഒഴിയജമാതി പറയുന്നതെല്ലാം കളവാ. ഫസ്റ്റ് ദിവസം പതിന്റെ മുതലേ ഇവര് പൊടിയിടാൻ തന്നെ. രണ്ടാം ദിവസം എനിക്ക് യജമാതി പോയി ഇച്ചിട്ടാണല്ലോ ഇന്നതും ചെയ്യല്ലേ. ഏതായാലും സത്യം മാത്രമേ എഴുതേക്കൂ. എന്നാ ശരി ഇത് കൊറേ പഠിച്ചാണ്. ഇപ്പൊ അതിനൊന്നും